ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്മോൾ ബിസിനസ് ഓണേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ജ്വല്ലറി ബിസിനസ് ഓണേഴ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് നമുക്ക് കാണാം. അതായത് ട്രാപ്പിംഗ് പാക്കാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പാക്കേജ് ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊക്കെ കിട്ടും. അപ്പം അതാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിങ്ങനെ ഫുള്ള് മടക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണുമ്പോൾ മനസ്സിലാവും. പറഞ്ഞു തന്നാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ഇത് ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു ഗ്യാപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫുള്ള് അങ്ങേ അറ്റം വരെ ഒരു സൈഡ് മാർക്ക് ചെയ്യും, ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഹാപ്പി ന്യൂസും കൂടെ, നമ്മൾ ഏകദേശം 500 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പം ഞാൻ വരുന്ന ദിവസങ്ങളിൽ ഒരു ഗീവ് അവേ ഒക്കെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യേണ്ട ഇപ്പുറത്തെ സൈഡിലും അതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, കാരണം രണ്ടും കൂടെ കൂട്ടി ഒന്നിച്ച് കട്ടായി പോകരുത്. കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം 6 ആക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്യണം, സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ എൻ്റെ ഈ ചാനലിൽ കൂടുതലും കുഞ്ഞു കുഞ്ഞു ഡെയിലി വ്ളോഗ്സും അതേപോലെ ക്രാഫ്റ്റും സ്കിൻ കെയറും ഒക്കെ ആയിരിക്കും തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വേണം, കിട്ടുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇതേപോലെ ഫുള്ള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ട ഈ ഒരു പോർഷൻ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം ഇത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ എടുക്കുക. ഞാനിത് എടുക്കാൻ തന്നെ ചെറുതായിട്ടൊന്ന് കീറിപ്പോകുമെന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെ ഈ വീഡിയോ ഓഫ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ശ്രദ്ധിച്ച് എടുക്കുമായിരുന്നു. ഈ ഒരു കാര്യം അറിയാമെങ്കിൽ മാക്സിമം എല്ലാവർക്കും എന്താ ബിസിനസ് ഓണേഴ്സിനൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പം അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പം ഇതെങ്ങനെ കിട്ടും നമുക്ക്, അപ്പം മനസ്സിലാക്കണം ഞാൻ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സിറപ്പ് വെച്ചിട്ട് ഞാനൊന്ന് റാപ്പ് ചെയ്യുവാണ്. അപ്പം സക്സസ്ഫുള്ളി അത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനും ക്രാഫ്റ്റിനും ഒക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പിന്നെ കാണാം. ബൈ.